Okay, good morning all of you. All of you mark the attendance. Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതക്ഷരാ പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്തൊക്കെ എഴുതാൻ പഠിച്ചു നമ്മള്? ഓർമ്മയില്ലേ ആർക്കും? ഏതക്ഷരം എഴുതാൻ പഠിച്ച നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില്? ഏതാ പഠിച്ചടി? അല്ലേ? എല്ലാരും എഴുതാൻ പഠിച്ചോ? പഠിച്ചോ? വെരി ഗുഡ്. എല്ലാവരും പഠിച്ചു അല്ലേ എഴുതാൻ? അതുപോലെ നമ്മൾ ഏതാണ് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത്? എ അല്ലേ? എ എന്ന അക്ഷരം, സ്വരാക്ഷരങ്ങളില് എ എന്ന അക്ഷരമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? എല്ലാരും നല്ല മക്കളായിരുന്നേ. നോക്കട്ടെ എങ്ങനെയായിരിക്കുക നല്ല മക്കളായിട്ട്? നല്ല കുഞ്ഞുങ്ങളാവണ്ടേ അല്ലേ? നമ്മൾ ആരെയും തല്ലാനൊന്നും പാടില്ല അല്ലേ? അപ്പൊ നല്ല മക്കളായിട്ട് എങ്ങനെ ഇരിക്കണം? എല്ലാരും ഇരിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എ എന്ന സ്വരാക്ഷരങ്ങളിൽ എ എന്ന അക്ഷരമാണ് പഠിച്ചത്. നെക്സ്റ്റ് നമുക്ക് ഇന്നേതാ പഠിക്കാനുള്ളത്? ഐ അല്ലേ? ഐ എന്ന അക്ഷരമാണ് പഠിക്കാനുള്ളത്. ഓൾ ഓഫ് യു ടേക്ക് എ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 90. പേജ് നമ്പർ 90 അല്ലേ? 19ാമത്തെ പേജ്. ഐ എന്ന അക്ഷരമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? എങ്ങനെയാ ഐ അക്ഷരം നമുക്ക് നോക്കാം അല്ലേ? ഒന്ന് നിങ്ങൾക്ക് അറിയോ എഴുതാൻ? കുറെ പേര് എഴുതാൻ പഠിച്ചു അല്ലെ? ഐ ഈ ഐ എല്ലാം ഇന്നലെ ആരാ അൻവിയൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചവരുണ്ട് അല്ലേ? ഓക്കെ. ഇത് ഏത് അക്ഷര? ഓൾ ഓഫ് യു ലിസൺ. ഐ. ഇതാണ് ഐ അല്ലേ? ഐ എന്ന അക്ഷരം. അപ്പോ ഇത് വെച്ച് കുറച്ച് പദങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഐ. ഐ കണ്ടോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തോ മക്കളെല്ലാവരും? ഈ ഐ അക്ഷരം വെച്ചിട്ടുള്ള ഭാഗമാണ് നമുക്കിത് പഠിക്കാനുള്ളത്. കണ്ടോ ഐ? ഇവിടെ ആരെയാ കാണുന്നത്? അറിയോ ആർക്കെങ്കിലും? ആരാ ഇവിടെ ഉള്ളത്? ആനയാണ് അല്ലേ? ആന സാധാരണയായി ഏത് കളറിലാ ഉണ്ടാവുക? ഏത് നിറത്തിലാ ഉണ്ടാവുക? ബ്ലാക്ക് അല്ലേ? ഇത് ഏത് തരത്തിലാണ്? ഏത് കളറാ ഇതിന്? ഈ ആനക്ക് വൈറ്റ് കളറിലാ ഉള്ളത് അല്ലേ? അപ്പൊ ഇതിന് എന്താ പറയുന്നറിയോ? ഈ ആനക്ക് ഐരാവതം. ഐരാവതം എന്ന് പറഞ്ഞ എല്ലാവരും ഉറക്കെ. ഐരാവതം. ഐരാവതം കേട്ടോ? അപ്പൊ ഐയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഐരാവതം. അപ്പൊ ഐരാവതം എവിടെയാ ഉണ്ടാവുന്നേ? ഐരാവതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഐരാവതത്തിനെ? ഇല്ല അല്ലേ? നിങ്ങൾ ബ്ലാക്ക് കളറിലുള്ള ആനയൊക്കെയാണ് കാണാറ് അല്ലേ സാധാരണയായിട്ട്? അപ്പൊ ഈ ഐരാവതം എന്താ? ആരെ ആനാണെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയോ മക്കളെ? വെളുത്ത നിറത്തിലുള്ള ആനയാണ്. ദക്ഷിണ കൈപൊക്കുന്നുണ്ട്. ദക്ഷിണക്ക് അറിയാൻ തോന്നുന്നു അല്ലേ? ആരാണ്? വാഹനമാണ്. ആരുടെ? ഇന്ദ്രന്റെ അല്ലേ? ദേവേന്ദ്രന്റെ വാഹനമാണ് ഐരാവതം അല്ലേ? ഐരാവതം വെളുത്ത നിറത്തിലാണ് ഐരാവതം അല്ലേ? ഓക്കെ. പിന്നെന്താ? അപ്പൊ ഈ ദേവേന്ദ്രൻ ആരാ ദക്ഷിണ? ദേവേന്ദ്രൻ ഇന്ദ്രന്റെ വാഹനാണെന്ന് പറഞ്ഞു അല്ലേ? രാജാവ്. എവിടുത്തെ രാജാവാ? ആരാ രാജാവാണ്? ഇന്ദ്രനാ ചോദിക്കുന്നത്. ഇന്ദ്രൻ ആരാണ്? അപ്പൊ ദേവലോകത്തെ രാജാവാണ് ദേവേന്ദ്രൻ അല്ലേ?
ദേവേന്ദ്രന്റെ വാഹനമാണ് ഐരാവതം. ഐരാവതം വൈറ്റ് കളറിലുള്ള വെളുത്ത നിറത്തിലുള്ള ആനയാണ് ഏത്? ഐരാവതം അല്ലേ? ഓക്കെ, അത്രയും മനസ്സിലായോ? ഐരാവതം വൈറ്റ് കളറിലാണ്. പിന്നെയോ ദേവേന്ദ്രന്റെ വാഹനമാണ് ഐരാവതം. ഇന്ദ്രൻ ആരാ? ദേവലോകത്തെ രാജാവാണ് അല്ലേ? ഓക്കെ, അപ്പോ അതാണ് ഐരാവതം. കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഐരാവതത്തിനെ കാണാൻ. ഐരാവതം. അപ്പൊ ഈ ഐ എന്ന അക്ഷരം സ്വരാക്ഷരങ്ങളിലെ ഐ എന്ന അക്ഷരത്തിലാണ് സ്റ്റാർട്ട് എഴുതാ. ഫസ്റ്റ് ലെറ്റർ ഏതാ? ആദ്യത്തെ അക്ഷരം ഏതാ? ഐ ആണ് അല്ലെ? ഐരാവതം. എന്താ വായിക്കോ? എല്ലാവരും ഉറക്കെ വായിച്ചേ, ഐരാവതം. നെക്സ്റ്റ് വൺ എന്താ കോളത്തിൽ കാണുന്നത്? ഐക്യം. എന്താ ഈ ഐക്യം? ഐക്യം എന്ത്? എന്താൻവി? ഐക്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? ഐക്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമ അല്ലേ? ഒത്തൊരുമ. ഓക്കെ, ഒരുമയാണ് ഐക്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഐകമത്യം മഹാബലം എന്നൊക്കെ പറഞ്ഞെന്താ? ഒരുമിച്ച് നിന്നാ നമുക്ക് എന്തും നേടിയെടുക്കാം അല്ലെ? മഹാബലം, ഐകമത്യം മഹാബലം. നമ്മൾ ഒറ്റയൊറ്റയായി നിൽക്കുന്നതിനെക്കാണ് എങ്ങനെയാ? ഒരുമിച്ച് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും അല്ലെ? അതാ അപ്പൊ ഐക്യം എന്ന് പറഞ്ഞ ഒരുമ അല്ലെ? നെക്സ്റ്റ് വൺ എന്താണ്? ഐശ്വര്യം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യം ആരാ പറയുന്ന? ഐശ്വര്യം, ഐശ്വര്യ എന്നൊക്കെ പേര് കേട്ടിട്ടുണ്ടോ നിങ്ങള്? യാൻദേവ് കൈപൊക്കുന്നുണ്ട് അല്ലെ? ഐശ്വര്യം. എന്താ യാൻദേവ് ഐശ്വര്യം എന്ന് പറഞ്ഞ? അശ്വിനിയാ? ഓക്കെ, അശ്വിനി നല്ല സുന്ദരിയായ പെൺകുട്ടിയാണോ? അത് തന്നെ അർത്ഥം അല്ലെ? എന്താണ് ഐശ്വര്യം എന്ന് പറഞ്ഞ? നല്ല ഭംഗിയുള്ളതല്ലേ? ഐശ്വര്യമുള്ളവരാണ് ഐശ്വര്യ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പേര് ഐശ്വര്യ? നല്ല സുന്ദരിയാണ്. അതുപോലെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ? സുന്ദരി, അഴകുള്ളത്, ഭംഗിയുള്ളതൊക്കെ ഉണ്ട് അല്ലേ? അപ്പോ ഐരാവതം, ഐക്യം, ഐശ്വര്യം. അപ്പൊ സ്വരാക്ഷരങ്ങൾ ഐ എന്ന അക്ഷരമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ലെറ്റേഴ്സ് ആണ് പറഞ്ഞത്. ഐരാവതം, ഐക്യം, ഐശ്വര്യം അല്ലെ? നെക്സ്റ്റ് താഴെ എന്താ ഉള്ളത്? ഐകമത്യം മഹാബലം അല്ലെ? ഒത്തൊരുമിച്ച് നമുക്ക് എന്നാലും എന്ത് ചെയ്യാ? എന്ത് നേടിയെടുക്കാം അല്ലെ? ഐകമത്യം കൂടി നിന്നാല് മഹാബലമാണ്, ശക്തി അല്ലെ? അപ്പോ ദേവേന്ദ്രന്റെ ആണ് ഏത്? വെളുത്ത നിറത്തിലുള്ള ആനയാണ് ഐരാവതം. ദേവേന്ദ്രന്റെ, ഇന്ദ്രലോകത്തെ രാജാവായ ദേവേന്ദ്രന്റെ വാഹനമാണ് ഐരാവതം. നെക്സ്റ്റ് ഐക്യം, ഒരുമ, ഐശ്വര്യം, ഭംഗിയുള്ളത് എന്നൊക്കെ അർത്ഥം അല്ലെ? അപ്പോ എന്തൊക്കെയാ നമ്മൾ ഇന്ന് പഠിച്ചത്? ഐരാവതം, ഐശ്വര്യം, ഐക്യം, ഐകമത്യം, മഹാബലം. മിസ്സിന്റെ കൂടെ ഒന്ന് എല്ലാവരും ഒച്ചത്തിൽ വായിക്കണേ കേട്ടോ, ഉറക്കെ വായിക്കണേ. ഐരാവതം, ഐരാവതം, ഐക്യം. ഓക്കെ, ഞാനെല്ലാം ഉറക്കെ വായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആരാ വായിക്കാതിരിക്കുന്നുണ്ടോ ആരെങ്കിലും? ഐക്യം. നെക്സ്റ്റ് ഐശ്വര്യം, ഐശ്വര്യം, ഐരാവതം, ഐക്യം, ഐശ്വര്യം, ഐകമത്യം, മഹാബലം. അനുശ്രീക്കുട്ടി വായിക്കുന്നുണ്ടോ? അനുശ്രീക്കുട്ടി ഉണ്ടോ? ഉറക്കെ വായിച്ചേ മിസ്സിന്റെ കൂടെ. ഐരാവതം. എല്ലാരും വായിക്കുന്നില്ല? ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. ദക്ഷിണ, കശ്യപ് ഷൈജു, ആൻഡ്രിയ തെരേസ, ദക്ഷിതം സന്ദീപ്, ഏഞ്ചൽ മരിയ ടി പി, ജ്വാന സിന മനു, അനുശ്രീ KS, ആലിയ, അദ്ജിത്ത്, ഡിയോൺ, ദർശിത്, ഇവ തെരേസ, ആൻഡ്രിയ അൽഫോൺസ്, ഏഞ്ചൽ മരിയ പ്രിൻസ്,
അൻവി രതീഷ്, റിദ ഫാത്തിമ, ആഷിൽ ദേവ്, വൈഷ്ണവ് എവിടെയോ പോകുന്നു പറഞ്ഞല്ലോ. വൈഷ്ണവ് KP നല്ല മോനായിട്ട് വന്നിട്ടുണ്ടല്ലേ. എന്നാലും ജൂഡ് ജെയ്മോൻ, യാൻദേവ് യുധീഷ്, ബ്രാൻചിനാവ് മാത്യു, അഞ്ജിത രഞ്ജിത്ത്, നിവേദിത, ഇന്ന് നിവേദിത കയറിയിട്ടുണ്ട്, അഞ്ജിത കയറിയിട്ടുണ്ട്, ഹിസാൻവർ കയറിയിട്ടുണ്ട് അല്ലേ. ഇന്നലെ ലീവായിരുന്നു. അഞ്ജിത കണ്ടു കേട്ടോ. നെക്സ്റ്റ് ആരാ നോക്കട്ടെ, അടുത്താരാന്ന്. ഇന്നലെ കയറാത്ത കുറെ കുട്ടികൾ കയറിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ജൂഡ് ജെയ്മോൻ, ഏഞ്ചൽ മരിയ പ്രിൻസ്, ആൻഡ്രിയ അൽഫോൺസ്. ഓക്കെ, എല്ലാരും വായിച്ചു തോന്നുന്നു അല്ലേ മിസ്? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഭാഗ? സ്വരാക്ഷരങ്ങൾ. ഐ എന്ന അക്ഷരമാണ്. അതിൽ ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പദങ്ങൾ പറഞ്ഞു. ഐരാവതം, ഐക്യം, ഐശ്വര്യം, ഐകമത്യം, മഹാബലം. അപ്പൊ ഐരാവതം വെളുത്ത നിറത്തിലുള്ള ആനയാണെന്ന് പറഞ്ഞു. ദേവേന്ദ്രന്റെ വാഹനമാണ്. ദേവലോകത്തെ രാജാവായ ദേവേന്ദ്രന്റെ വാഹനമാണ് ഐരാവതം. ഓക്കെ, നെക്സ്റ്റ് ഐക്യം, ഒരുമ, ഐശ്വര്യം. ഇത്രയും നമ്മൾ പഠിച്ചു അല്ലെ. ഐകമത്യം, മഹാബലം. എല്ലാ മക്കളും വായിക്കാൻ പഠിച്ചോ? എല്ലാരും ഒന്ന് ഉറക്കെ അവിടെ നിന്ന് ഇരുന്ന് വായിച്ചേ നോക്കട്ടെ. ഐരാവതം. നോക്കട്ടെ ആരാ വായിക്കാതിരിക്കുന്നത് നോക്കട്ടെ. ദർശിതിനെ മിസ് ശരിക്കും കാണുന്നില്ലല്ലോ. ഉണ്ട് അവിടെ. ഉറക്കെ വായിച്ചേ. യാൻദേവ് വായിക്കുന്നുണ്ട് അല്ലേ. നിവേദിത വായിച്ചോ? നിവേദിതേ. ഹിസാൻവർ വായിച്ചുവോ? നോക്കട്ടെ, ഇനി ഒരാളെ വായിപ്പിക്കുമ്പോ കിട്ടുമോക്കട്ടെ. ആൻഡ്രിയ വായിക്കാൻ പഠിച്ചോ? ആൻഡ്രിയ അൽഫോൺസ് ഒന്ന് വായിച്ചേ. ഉറക്കെ എല്ലാരും കേൾപ്പിച്ചേ വായിച്ചിട്ട്. പറഞ്ഞു. എന്തേ? പല്ല് വന്നു തായേ? അതെന്താ? കൈ ശരിയായോ? ഓക്കെ, കാണിച്ചല്ലേ. വെരി ഗുഡ്. കൈ ശരിയായി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഐരാവതം, ഐക്യം, ഐശ്വര്യം, ഐശ്വര്യം, ഐകമത്യം, മഹാബലം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ നോക്കട്ടെ. അഭിജിത്ത് ഒന്ന് വായിച്ചേ. അഭിജിത്തെ എവിടെ? അഭിജിത്ത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ മക്കള്. ഐരാവതം, ഐക്യം, ഐശ്വര്യം, ഐക്യമത്യം, മഹാബലം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അമാൻ ഒന്ന് വായിച്ചേ. അമാൻ, മുഹമ്മദ് അമാൻ. അറിയില്ലേ? വായിച്ചു പഠിപ്പിക്കാം. പറഞ്ഞേ. ഐരാവതം, ഐക്യം, ഐശ്വര്യം. പറഞ്ഞേ. എവിടെ ബുക്ക്? ഓക്കെ, ഐശ്വര്യം. പറഞ്ഞേ. ഐശ്വര്യം. തിന്നുവാണ്. പിന്നെ എങ്ങനെ വായിക്കും? ഐശ്വര്യം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അഞ്ജിത.
അഞ്ജിത വായിച്ചേ. അഞ്ജിത. ഐരാവതം. ഐരാവതം. ഐശ്വര്യം. ഐകമത്യം. ഐകമത്യം മഹാബലം. ഐകമത്യം മഹാബലം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ജൂഡ് ജെയ്മോൻ. വായിച്ച ജൂഡെ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ഐക്യമത്വം. ഇവിടെ നോക്കി. ഐക്യമത്വം. ഇവിടെ നോക്ക്. വായിച്ചു കേൾക്കണം. ഐക്യമത്വം മഹാബലം. പഠിക്ക. ഐരാവതം. ഫസ്റ്റ് വൺ വായിച്ചേ മോൻ. ഐശ്വര്യം. ഐക്യമത്യം മഹാബലം. അങ്ങനെ പഠിക്കാം. ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിച്ചേ. ടീച്ചർ പറ. അങ്ങനെയല്ലേ ഇത് പറ. ഇതെന്നാ ഇതെന്നതാ? വായിച്ചോ? അയ്യോ, അങ്ങനെ പറയരുത്. ജൂഡിന് വായിക്കാൻ കിട്ടുന്നില്ലേ ജൂഡേ? വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആഷിൽ ദേവ്. ആഷിലെ വായിച്ചു. ഐരാവതം. ആഷിൽ അൺമ്യൂട്ട് ചെയ്തോ? അല്ല, മ്യൂട്ട് ചെയ്തോ? നെക്സ്റ്റ് ആലിയ. ഉറക്കെ വായിച്ച ആലിയ. നോക്കി വായിച്ച ടെക്സ്റ്റില്. കൈ വെച്ചിട്ട് വായിക്കും. കൈ വെക്കും. ഐക്യം. ഐക്യം. ഐശ്വര്യം. ഐക്യമത്യം മഹാബലം. 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 മഹാബലം പറ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആൻഡ്രിയ തെരേസിജോ. ആൻഡ്രിയ. ടെക്സ്റ്റിൽ കൈവച്ച് വായിച്ചേടാ. ഐരാവതം. ഐക്യം. ഐകമത്യം മഹാബലം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് കശ്യപ് ഷൈജു. ഐരാവതം. ഉറക്കെ പറ. ഐശ്വര്യം. ഐക്യമത്യം മഹാബലം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഹിസ അൻവർ. നെക്സ്റ്റ് ഐശ്വര്യം. ഐക്യമത്യം മഹാബലം. ഓക്കെ, വെരി ഗുഡ് ഹിസ. നെക്സ്റ്റ് നിവേദിത്. നിവേദിത ഒന്ന് വായിച്ചേർക്കേ. നിവേദിത അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഐരാവതം. ഐക്യം. ഐശ്വര്യം. ഐകമത്യം മഹാബലം. മഹാബലം. വെരി ഗുഡ്. നെക്സ്റ്റ് ദക്ഷിത്.
ദക്ഷിത് വായിച്ചേ. ആ ദക്ഷിത് നല്ല മോനല്ലേ, വേഗം വായിച്ചേ. മിസ് വായിച്ചതാ. ഐരാവതം ഐക്യം ഐക്യം. അത് ദർശിതില്ലത് കൊണ്ട് ഇവനാണോ അവനാണോ എന്ന് ഇവന് ഭയങ്കര സംശയമാണ് ഇപ്പൊ. ദക്ഷിതിനെയാണ് ഞാൻ വിളിച്ചത്, ദർശിത്തിനെ അല്ല, ദക്ഷിതിന. ഓക്കെ, ദക്ഷിത് മോനെന്നെയോ? ആ എന്നാ വായിച്ചോ. ദർശിത്തിനെ വിളിക്കണിത്രേ. അതെന്നെ ടീച്ചർ പറഞ്ഞത് മോനെ തന്നെ. അതെ ദക്ഷിതേ. ആ ഐരാവതം ഐക്യം ഐക്യം. മിസ് വായിക്കുന്ന കേട്ടേ ഒന്ന്, ഇങ്ങോട്ടും ശ്രദ്ധിച്ചേ. ടീച്ചർ നോക്ക്. ഐക്യം. അമ്മ പറയില്ല പൊട്ടക്കുഞ്ഞു ട്ടോ. നല്ല മോനല്ലേ ദക്ഷിതേ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇവിടെ നോക്കിയേ. ഇവരെല്ലാരും നോക്കി, ഇങ്ങോട്ട് നോക്കിയേ മിസ്സിനെ. ആ ഐരാവതം ഐക്യം ഐശ്വര്യം ഐകമത്യം മഹാബലം. മഹാബലം. ഓക്കെ, അങ്ങോട്ട് നോക്കാനേ പാടില്ല, അവിടെ അമ്മയൊന്നും ഇല്ല. ഇവിടെ ഇങ്ങോട്ട് മാത്രം നോക്കണം കേട്ടോ, ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലേ. മിസ് നിങ്ങൾക്ക് വേണ്ടിയല്ലേ പറയുന്നേ, അപ്പൊ ഇങ്ങോട്ടല്ലേ ശ്രദ്ധിക്കണ്ടേ. ഐകമത്യം മഹാബലം. നല്ല മോനല്ലേ ദക്ഷിത്. ആ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ദർശിത്. അടുത്തുണ്ടോ? ദർശിത്തിനെ വിളിക്കുന്നത്ര ഇതാ. ദർശിത് പറഞ്ഞേ മോനെ. ആ ദർശിത് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. ഉറക്കെ വായിക്കണം. കേൾക്കുന്നില്ലല്ലോ മോനെ. കേൾക്കുന്നില്ലല്ലോ ദർശിത്തേ. വായിക്കുന്നുണ്ടോ? വായിച്ചു കഴിഞ്ഞോ ദർശിതേ? ഐരാവതം പറഞ്ഞേ. നെറ്റിന്റെ എന്തോ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. ദർശിത് വായിക്കുന്നുണ്ടോ മോനെ? മിസ് കേൾക്കുന്നില്ലടാ. നെക്സ്റ്റ് ബ്രാൻചിന മാത്യു. വായിച്ചേ. മഹാബലം. ആ ഇങ്ങനെ വായിക്കണ്ടേ? നല്ല ഉഷാറിൽ വായിക്കുന്നല്ലേ ഞാൻ വിചാരിച്ചേ. ഓക്കെ, നെക്സ്റ്റ് വൈഷ്ണവ്. ഇങ്ങോട്ട് നോക്ക്, മിസ്സിനെ നോക്ക്. ഐക്യം. ഒച്ചത്തിൽ പറ, മിസ്സിനെ കേൾക്കണ്ടേ. വായിക്കുന്നില്ലല്ലോ ഇവൻ. ആ ഒറ്റക്ക് വായിച്ചേ. ഐക്യം ഐശ്വര്യം ഐശ്വര്യം ഐകമത്യം മഹാബലം. ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെ വായിക്കണം അല്ലേ? ആ നെക്സ്റ്റ് യാന്റെ വിദേശ്. ഒച്ചത്തിൽ വായിച്ചേ യാന്റെ വിട്ടാ, വേഗം വായിക്കും. ഇനി മുന്നേ എന്താ? ഐരാവതം ഐക്യം ഐശ്വര്യം വെരി ഗുഡ് വെരി ഗുഡ്.
വെരി ഗുഡ്. ഏ വെളിച്ചന്റെ വീട്ടിൽ നിന്നാ കേറിയതല്ലേ? ആ നല്ല മോനാണ് അല്ലേ? ആ നെക്സ്റ്റ് റിദ ഫാത്തിമ. ഐരാവതം ആ ഐക്യം ആ ഐശ്വര്യം ആ ഐക്യബദ്ധം മഹാമണം ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഡിയോൺ. ഐ ഐരാവതം അയാതം ഉം. ഐ ഐ ഐക്യം ഉം. ഐ ഐശ്വര്യം ഐശ്വര്യം ഐക്യമത്യം ഐക്യമത്യം മഹാബലം മംഗലം മഹാബലം. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ദക്ഷിണ. ഓക്കെ ദക്ഷിണ. ഐരാവതം ഉം. ഐശ്വര്യം ആ ഐക്യം ഐക്യം ഐശ്വര്യം ഐശ്വര്യം. ഐക്യമത്യം മഹാബലം ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്താരാ? വായിക്കത്തവരെ നോക്കട്ടെ. ജുവാന സിന മനു. ഉം. ആ ആ ഐക്യം ആ ഐശ്വര്യം ആ ഐക്യമത്യം ഉം. മഹാ. മംഗലം ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് അനുശ്രീ കേസ്. ഐ എന്ന് പറയും. ഐ ഉം. ഐശ്വര്യം ഐക്യം ഐക്യം ഐശ്വര്യം ഐരാവതം ഐരാവതം. ആ വതം അജാവരം ഐക്യം ഐക്യം ഐശ്വര്യം ഐശ്വര്യം ഐക്യമത്യം ഐക്യമത്യം മഹാബലം മഹാബലം ഐക്യമത്യം മഹാബലം വെരി ഗുഡ്. നെക്സ്റ്റ് ഈവ തെരേസ. ഇവക്കുട്ടി അൺമ്യൂട്ട് ചെയ്തേ. ഐരാവതം. നെക്സ്റ്റ് വൺ ഐക്യം ഐശ്വര്യം ഐശ്വര്യം ഐക്യമത്യം മഹാബലം ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് അൻവി രതീഷ്. അത്ഭുതത്തില്. ആ ഓക്കെ ഓരോരോ അക്ഷരം നോക്കി വയ്ക്കും. ഐരാവതം ഐക്യം ഐക്യം ഐശ്വര്യം ഐക്യമത്യം മഹാബലം ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ജുവൽ സിജു. കേട്ടോ അച്ചത്തില് ഐരാവതം മിസ് കേൾക്കുന്നില്ല. അച്ചത്തി വായിക്കേ. അതന്നെ എനക്ക് കേൾക്കുന്നേ ഇല്ല. വേഗം ഒന്ന് ഒച്ചത്തിൽ വായിച്ചേ. അച്ചത്തി പറ. ഐരാവതം ഐക്യം ഐശ്വര്യം. മിസ്സിനെ നോക്കി. ഐശ്വര്യം ഈ ഒച്ചില്ലല്ലോ. ഐകമത്യം മഹാബലം ഐക്യമത്യം മഹാബലം. മോനെ ഇന്ന് രാജകുമാരിക്കൊന്നും കിട്ടിയില്ലെന്ന് തോന്നല്ലേ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നില്ലേ അമ്മ? ഇല്ല അല്ലേ? എന്തൊരു ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ്
തന്നോ? കള്ളത്തി നുണ പറയുന്നല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആരാം നോക്കട്ടെ. അതിജിത്തിന് പറഞ്ഞു. നെക്സ്റ്റ് ഹിസ വായിച്ചോ മോളെ? ഹിസക്കുട്ടി വായിച്ചോ? വായിച്ചു. വായിച്ചു. നെക്സ്റ്റ് ഏഞ്ചൽ മരിയ പ്രിൻസ്. ഏഞ്ചൽ മരിയ പ്രിൻസ്. ഐരാവതം. ഐക്യം. ഉറക്കെ പറ, ടീച്ചർ കേൾക്കത്തില്ല മോനെ. ഐക്യം. ഐക്യം. നെക്സ്റ്റ് ഐശ്വര്യം. ഐശ്വര്യം. ഐകമത്യം. ഐകമത്യം. മഹാബലം. മഹാബലം. ടീച്ചറോട് പറ. ഒച്ചത്ത് പറഞ്ഞടാ. മഹാബലം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇനി ആരാ വായിക്കാനുള്ളത്? എല്ലാ മക്കളും വായിച്ചോ? ടീച്ചറിനെ നോക്കി നല്ല വൃത്തിക്ക് വായിക്കണം കേട്ടോ. അങ്ങനല്ല. ഓക്കെ, അപ്പൊ നമ്മള് ലാ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാ മക്കൾക്കും ഓർമ്മയുണ്ടോ അത്? ലാ ഒന്ന് മിസ്സിനെ എഴുതി കാണിച്ചേ. എല്ലാവരും സ്ലേറ്റ് എടുത്ത് മിസ്സിനെ ഒന്ന് എഴുതി കാണിച്ചേ. ഹിസക്കുട്ടിക്കെല്ലാം മടി വന്നോ? ഓ, ആരൊക്കെ എഴുതി കാണിക്കും നോക്കട്ടെ. All of you take your slate and pencil. ഇതൊന്ന് മിസ്സിനെ എഴുതി കാണിച്ച് നോക്കട്ടെ. ല. വെരി ഗുഡ് ദക്ഷിണ. നല്ല നല്ല ലാ എഴുതിയിട്ടുണ്ട്. ഒന്ന് റാ എഴുതിയേ മോളെ. ലാ എഴുതി കഴിഞ്ഞിട്ട് റാ എഴുതിയേ. ഇവിടെ അനുശ്രീക്കുട്ടി ഒന്ന് സ്ലേറ്റ് എടുത്തില്ലേ? യാന്റെ എടുത്തോ മോനെ? കശ്യപ് എടുത്തോ? ഡിയോൺ എടുത്തോ? ഇവിടെ അലിയ കുട്ടിയല്ലോ, അല്ലെങ്കിൽ നല്ല ഉഷാറായിരുന്നല്ലോ. ഇപ്പൊ എഴുതാൻ മടിയായോ? ഇവ കുട്ടി എഴുതിയോ? ഇവ അമാൻ, ആഷിൽ ദേവേ എഴുതിയോ? ഇവിടെ ദക്ഷിണ എല്ലാം എഴുതാ. റാ, സാ എഴുതി, ലാ എഴുതി, പാ എഴുതി, വാ എഴുതി, മാ എഴുതി. നാ എഴുതിയോ മോളെ? ന, ത, റ, ന, ആ, ന. ഓക്കെ. റ, ന, ത, പ, വ, സ, മ, ല, ല. ന എഴുതിയോ? അവിടെ ഉണ്ട്. കുറച്ചും കൂടെ ശരിക്കും എഴുതണ സ്ഥലം കുറച്ച് കുറവാ. അപ്പൊ നമ്മൾ ഇന്നലെ നായും ആലിയക്ക് പനിയാണല്ലേ? അതാണ് ഉഷാറില്ലാത്ത. ഓക്കെ, കുഴപ്പമില്ല. എന്നാല് ഇവള് കടന്നോട്ടെ. അപ്പോ നമ്മൾ ഇനി എന്താ നായും ലായും പഠിച്ചിട്ടുണ്ടല്ലേ മക്കള്? അല്ലേ? ഓർമ്മയുണ്ടല്ലോ. നെക്സ്റ്റ് നമുക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അറിയോ? അടുത്ത ക്ലാസ്സിലെ ചില്ലക്ഷരങ്ങള്. ഏതാ ഈ ചില്ലക്ഷരങ്ങള്? മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ അറിയോ മക്കൾക്ക്? ഏതാ മക്കളെ? ഓക്കെ, വെരി ഗുഡ് ബ്രാൻ. നല്ല നീറ്റിലുള്ള ലാ എഴുതിയിട്ടുണ്ട്. ഇനി നായും കൂടെ എഴുതിക്കോട്ടോ. ഓർമ്മയുണ്ടോണ? പഠിച്ചില്ലേ? മിസ് ഇന്നലെ പഠിപ്പിച്ചില്ലേണ? പഠിച്ചോ മക്കളെ? എസ് ഓർ നോ? ലാ പഠിച്ചിട്ടുണ്ട്. അൻവിയും നാ പഠിപ്പിച്ചോ ഇന്നലെ? റിദ ഫാത്തിമ നാ ഇന്നലെ പഠിപ്പിച്ചു. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കഴ്സീവ് ബുക്കിൽ എന്താണ് എഴുതാൻ നോക്കിയേ. അടുത്ത പേജ് എന്താ? ഒന്ന് മറിച്ചേറിതാ. അടുത്ത പേജ്, നെക്സ്റ്റ് പേജ് ഏതാ മോളെ? ഇറല്ലേ? ഓക്കെ, ഇറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അക്ഷരദീപം ബുക്ക് നിങ്ങൾ ഇതുപോലെ എഴുതി പോണേ മക്കളെ. 2 ലൈൻ ബുക്കിലും എഴുതണം കേട്ടോ. അക്ഷരദീപത്തിൽ എഴുതിയ കാര്യങ്ങള് നമ്മുടെ 2 ലൈൻ ബുക്കില് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം എഴുതുക. അപ്പൊ എന്താ വെച്ചാല് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും കൈ വളഞ്ഞു കിട്ടാൻ. അപ്പൊ നിങ്ങൾ സ്ലേറ്റിൽ എഴുതി പഠിക്കുക. അത് കഴിഞ്ഞ് അക്ഷരദീപം ബുക്കിൽ എഴുതിയതിന് ശേഷം മാത്രമേ 2 ലൈൻ ബുക്കിൽ എഴുതേണ്ടൂ. അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല അവർക്ക്.
അപ്പൊ എന്താ വെച്ചാൽ അവരെങ്ങനെയല്ലോ എഴുതുന്നവരല്ലേ, ഇപ്പൊ സ്ലേറ്റിലായാലും എവിടെയൊക്കെയല്ലോ എഴുതുന്നത്, കുഴപ്പമില്ല, എഴുതി വരുമ്പോ അവര് ശരിക്കും എഴുതിക്കോളും. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലെ ചില്ലക്ഷരങ്ങളാണ് പഠിക്കേണ്ടത്. മലയാളത്തിലെ 5 ചില്ലക്ഷരങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാ? ഈർ, ഇൻ, ഇൽ, ഇൾ, ഇൺ, അല്ലെ? 5 എണ്ണം. അപ്പൊ നമുക്കത് ഈസിയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ മക്കൾക്ക് എഴുതാൻ? നമ്മൾ റാ പഠിച്ചിട്ടുണ്ട്. റാ പഠിച്ചെടുത്ത് മുകളിലോട്ട് അങ്ങ് വരച്ചാൽ മതി, അപ്പൊ ഇറായി. താ പഠിച്ചിട്ടുണ്ട്. തായിന്ന് മുകളിലോട്ട് വരച്ചാൽ എന്തായി? ഇല്ലായി. അങ്ങനെ ഓരോന്നും നമുക്ക് എഴുതാൻ എളുപ്പമുണ്ട്. അതിൽ ഇള്ളു മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. വൈഷ്ണവൊക്കെ പഠിച്ചു ഉറുമെല്ലും, അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ് ഏതൊക്കെ? റാ, താ, ന, ണ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ടാ? അതിൽ നിന്ന് മുകളിലോട്ട് വലിച്ചാൽ മതി കേട്ടോ. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? തറവായിട്ട് റാ, രാ, താ, ന, സ, പ ഇതൊക്കെ എഴുതി പഠിക്കണം. കാരണം നമുക്ക് അക്ഷരങ്ങള് ബേസ് ആയിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതിന് ശേഷമേ നമുക്ക് ഈ സ്വരാക്ഷരങ്ങളിലേക്ക് പോകാൻ പറ്റൂ. അപ്പോഴേക്ക് എന്ത് ചെയ്യണം മക്കള്? നമ്മൾ സ്വരാക്ഷരങ്ങളിൽ എത്തുമ്പോഴേക്ക് ഇതൊക്കെ പഠിക്കണ്ടേ? പഠിക്കോ? എല്ലാവരും പഠിക്കോ? ഒന്ന് തലയാട്ടിയെ നോക്കട്ടെ. യെസ്. അപ്പൊ നമുക്ക് ചില്ലക്ഷരങ്ങൾ പഠിക്കാൻ ഈസിയാണ്. നമുക്ക് നെക്സ്റ്റ് അടുത്ത ആഴ്ച നമുക്ക് ചില്ലക്ഷരങ്ങൾ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അതുവരെയുള്ള കാര്യങ്ങൾ എഴുതി പഠിക്കണം. ഇപ്പൊ റായും രായും എഴുതിയാൽ മാത്രം പോരാ, അത് ഏതാണെന്ന് വായിക്കാൻ കൂടി അറിഞ്ഞിരിക്കണം കേട്ടോ. ഏതാണ് റാ, ഏതാണ് രാന്ന്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി 1 മിനിറ്റേ ഉള്ളൂ. ബൈ ബൈ, സി യു. ആരും ബൈ പറയുന്നില്ലേ? ഓക്കെ, ബൈ. ഓക്കെ.